ആള് മനസ്സിലാത്ത പാതിരാ നേരത്തെ ഇവനെന്താ കക്കാനിറങ്ങിയതാന്ന് വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങള്. ശുഭകാര്യം നടക്കുമ്പോ ഒരു ചായ കുടിച്ചാന്ന് വിചാരിച്ചാൽ ആദ്യം തന്നെ കൊളപ്പുറത്ത് പോയി. ചായ മാത്രം കുടിച്ചുമ്പോ തൊള്ളക്കൊരു കൊസില്ല. അപ്പൊ ഒരു പൈമ്പുരി ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ ഫ്രണ്ട്ഷിപ്പിന്റെ യാടിക്കാണ്ട് പോയി. വണ്ടി എടുക്കാൻ നോക്കിയപ്പോ വണ്ടിയിൽ ഒരു കുറുക്കന്. ആ കുറുക്കനാണ് ഈ ഇരിക്കണ ബാസിത്ത്. ഓ മൂന്നാർ പോയെന്നാണ്ടേ ഇതിനുള്ളിൽ തന്നെ അവിടെ കിടന്നുറങ്ങി. നമ്മൾ പോകാൻ നോക്കിയപ്പോ നിക്കി പോകല്ലേ സൗണ്ട് ഒരു മജല്ലാന്ന്. അപ്പൊ ഇതാണ് നമ്മളെ വണ്ടിയിലെ ലേറ്റ് അറേഞ്ച്മെന്റ്. അതൊക്കെ ഉണ്ടാക്കുന്ന മെഡിക്കൽ കോളേജാണ് ഇട്ടത്. അപ്പൊ അതും നമ്മളെ യാടി തന്നെ ഉണ്ടാ. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ അമീൻ എത്തിയിട്ടാ. ഇന്നത്തെ യാത്ര ഞാനും അമീനും കൂടിയാണ് പോകേണ്ടത്. വണ്ടി അത് അമീൻ തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. എന്നാ ഞാൻ പിന്നെ തർക്കിച്ചാനൊന്നും നിന്നില്ല. ഓൻ എന്നെ എടുത്തോട്ടെ, നമുക്ക് പേടില്ലല്ലോ. വേങ്ങരയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വണ്ടി ഭ്രാന്തനാണ് നമ്മൾ അമീന് വേങ്ങര. മൂപ്പരിപ്പ് ഗൾഫിൽ നിന്ന് വന്നതാണേ. അങ്ങനെ നമ്മൾ പാർട്ടിനടുത്താണ് നേരെ പോയത്. വണ്ടിക്ക് ദാജലം കൊടുക്കാനായിട്ട് 5000 ഉറുപ്പ്യക്ക് പള്ളാണ് ബൊമ്പ. അതിന്റെ കൂടെ അമ്മയെ മൂത്രയിച്ച് വന്നിട്ടാ. ഞാൻ പോയിട്ടില്ല, നമുക്ക് പേടിച്ചല്ലോ. ഓനെ ഒട്ടൊട്ടേര് ഡ്രൈവിംഗ് സീറ്റിൽ ഒട്ടി ഇങ്ങോട്ട് നിൽക്കുക കുറിപ്പായിരുന്നു. ഓനെ വലിച്ചിട്ട് കാണാൻ ഞാനാണ്ട് ഇരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ മുന്നിൽ നോക്കിയപ്പോ പാലക്കാട് കഴിഞ്ഞ് വാളയാർ ചെക്ക് പോസ്റ്റും കഴിഞ്ഞിട്ടാ. അപ്പോഴാണ് പാർട്ടിക്കാർ പറഞ്ഞത് നമ്മളൊരു ചായ കുടിച്ചാലോ. രണ്ടാമത്തെ ചായക്കും ഞമ്മക്ക് കിട്ടിയത് പയമ്പൂരി തന്നെ. ഏതായാലും കിട്ടിയത് അൽഹംദുലില്ലാഹ് എന്നാണ് ഞാനതോടെ ഒത്താക്കി. അപ്പൊ നമ്മൾ പോകേണ്ടത് കോയമ്പത്തൂർ ഒരു കുടിയിരിക്കലിനാട്ടാ. ഈ കോയമ്പത്തൂർ കുടിയിരിക്കൽ എങ്ങനെയാ നിങ്ങൾക്കൊന്നാണ് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്തിട്ടാ. അപ്പൊ ഇതാണ് ഇന്ന് കുടിയിരുന്ന പേര. അതിന്റെ എണ്ണേ അപ്പൊ ഇങ്ങനെയാണല്ലോ ഇവിടത്തൊക്കെ പേര ഒട്ടിയെ നിൽക്കണേ. ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ മാതിരി കഞ്ഞിമൂല പ്രശ്നമൊന്നും ഇല്ലാന്നാ പറയുന്നത്. അന്ന് പറഞ്ഞ് നമ്മൾ പൊറാട്ടും ചായയൊക്കെ കുടിച്ച് ഇനി നമ്മൾ കുറച്ചു നേരം വണ്ടിയിൽ പോയി റെസ്റ്റ് എടുക്കട്ടാ. നല്ല വെയിലാണ് കേട്ടാ. അപ്പൊ അമീനൊരു പൂതി കോയമ്പത്തൂരിൽ ഐസ് എന്നാലോന്ന്. അങ്ങനെ ഐസ് വാങ്ങി കൊടുത്തവന് പഹയ എന്നെ പറ്റിച്ചതാട്ടാ. ടേസ്റ്റ് ഉണ്ടാന്ന് വെച്ചപ്പോ നല്ല രസമുണ്ടെന്ന് പറഞ്ഞാണ്ട് ഓൻ ഇന്നെ പെടുത്തിയതാ. ഞാനോട് തൊള്ളിക്കച്ചപ്പോഴല്ല അതിന്റെ രസം ഇറങ്ങത്. വല്ലാത്തൊരു പെടലായി. ഇവനൊന്നും പച്ച വെള്ളത്തിൽ നമ്പരുത്. കുറച്ചേരം റെസ്റ്റ് എടുത്ത് പോലത്തിന് അടുത്ത വിളിയാണ് വന്നിട്ടോ ചോറ് റെഡീന്ന്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല. കോയമ്പത്തൂർ ആട് ബിരിയാണി. ഞാനും അമീനും നല്ലൊരു ബിരിയാണി പിടിച്ചു. ബിരിയാണി തിന്നാണ് റെസ്റ്റ് എടുക്കുമ്പോഴാണ് കുട്ടികൾക്കൊരു പൂതി ബസിന്റെ മുന്നിൽ പാട്ടിട്ട് ഒരു റീൽ എടുക്കാൻ. അത് കഴിഞ്ഞാണ് നേരെ ഞങ്ങൾ നാട്ടിൽ പിടിച്ചിട്ടാ. വീണ്ടും നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റ് പാസ് ചെയ്തു. അത് കഴിഞ്ഞാണ് രാത്രി ലൈറ്റും പാട്ടൊക്കെ എടുക്കാണ്ട് കുട്ടികൾ തുള്ളലടങ്ങിയപ്പോ തന്നെ സംഗതി നാട്ടിൽ എത്തിട്ടോ. അങ്ങനെ നമ്മൾ പാർട്ടിക്കാർക്ക് ഇറക്കിയാണ്ട് പാട്ടിട്ടാണ്ട് ഒറ്റക്ക് അങ്ങനെ ഓഫീസിൽ പോകും. വണ്ടിയോട് നിർത്തിക്കാണ്ട് നമ്മളെ ഓട്ടോറിക്ഷ എടുത്താണ് നമ്മളിതാ പെരീക്കെത്തിട്ടോ. പെരീക്കെത്തിയാൽ ആദ്യം പരിഗണിക്കേണ്ടത് ഇവരാണ് കേട്ടോ. ഇവർക്ക് ഇത് കൊടുത്തില്ലാണ്ട് ആകെ ഒച്ചമ്പിളിയാവും. എന്നെ കണ്ടപ്പോ തന്നെ ആകെ ഒച്ചമ്പിളി അയക്കണേ. അങ്ങനെ ഓള് തിക്കി തിരക്കാണ്ട് ഓൾക്ക് ഫുഡൊക്കെ കൊടുത്തു. അതിന്റെ അടിക്കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സപ്പോർട്ട് ചെയ്താൽ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ. അപ്പൊ നിങ്ങൾ അഭിപ്രായം ഒന്ന് കമന്റ് ഇട്ടാളിട്ടാ. അപ്പൊ ഓക്കെ ശരി എന്നാല്.